ഞങ്ങളിപ്പോ BJP കുറിച്ചല്ലേ പറഞ്ഞത്. ഞാൻ പല പ്രാവശ്യങ്ങൾ കേൾക്കാഞ്ഞിട്ടാണ് എല്ലാ പത്രസമ്മേളനങ്ങളിലും BJP ഇതിന്റെ ഇന്നും പറഞ്ഞല്ലോ. നിങ്ങൾ പറഞ്ഞതിന് ശേഷം, നിങ്ങൾ ചോദിച്ചതിന് ശേഷമല്ലല്ലോ ഞാൻ പറയുന്നു. ഇന്നും ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ ചോദിച്ചപ്പോഴല്ലല്ലോ, അതിനു മുമ്പ് പറഞ്ഞല്ലോ. BJP പ്രതിക്കൂട്ടില്ല. അതുകൊണ്ടാണ് BJP ഈ വിഷയത്തിൽ സമരം ചെയ്യാത്തത്. BJP പ്രതിക്കൂട്ടില്ല. BJP പ്രതിക്കൂട്ടിലാണെന്ന് ആദ്യമേ ഞാൻ പറഞ്ഞല്ലോ. BJP പ്രതിക്കൂട്ടില്ല. BJP CPM-മായി ചേർന്ന് സംഘപരിവാർ ധാരണയുടെ അടിസ്ഥാനത്തിലാണെന്നല്ലേ പറയാം. അതല്ലേ ഇതിൻ്റെ അകത്ത് ആരോപണം. ഈ ADGP-യും RSS നേതാവും തമ്മിൽ കൂടിക്കാഴ്ച നടത്തിയെന്ന് ഞങ്ങളല്ലേ പറഞ്ഞത്. ഡേറ്റ് അടക്കം ഞങ്ങളല്ലേ പറഞ്ഞത്. അന്ന് CPM ആദ്യം നിഷേധിച്ചു, RSS നിഷേധിച്ചു, പിന്നെ രണ്ടു കൂട്ടരും സമ്മതിച്ചു. ഞങ്ങളല്ലേ. എന്തിനാ RSS നേതാക്കന്മാരുമായി, RSS നേതാവുമായി, അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറിയുമായി കൂടിയാലോചന നടത്തി. അപ്പോഴാണ് CPM നേതാക്കൾ ചോദിച്ചത് അതിനെന്താ കുഴപ്പമൊന്നും. ഒരു കുഴപ്പമില്ല. സംസ്ഥാനത്തെ ADGP ലോ ആൻഡ് ഓർഡർ 1 മണിക്കൂർ പോയിട്ട് RSSന്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി ആയിട്ട് അവർ തമ്മിൽ അതിർത്തി തർക്കം ഉണ്ടല്ലോ ചോദിച്ചു. ഇതൊക്കെ ഞങ്ങൾ പറഞ്ഞതല്ലേ. ആണോ? BV അൻവർ പറയുന്നതൊക്കെ പാർട്ടി ശരിവെക്കണമെന്നാണല്ലോ മുഖ്യമന്ത്രി ഇന്നലെ പറഞ്ഞത്. എന്നാൽ പിന്നെ പിണറായി വിജയനോട് വേറെ ജോലി നോക്കാൻ പറ. കാരണം പിണറായി വിജയൻ മുഖ്യമന്ത്രിയായിട്ടിരിക്കുമ്പോൾ, ആഭ്യന്തരമന്ത്രിയായിട്ടിരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഏറ്റവും അടുത്ത ഉദ്യോഗസ്ഥൻ എനിക്ക് വേണ്ടിയാണ് പ്രവർത്തിക്കണമെങ്കിൽ അദ്ദേഹം ആ കസേരയിലിരിക്കാൻ ഒരു അർഹതയില്ലെന്ന് അതിൻ്റെ അർത്ഥം. കൈരളിക്കാരനാണ് ചോദിച്ചത്. എനിക്ക് വേണ്ടിയിട്ടാണ് DGP അജിത് കുമാറെ കണ്ടെങ്കിൽ പിണറായി വിജയന് പിന്നെ എന്തിനു കൊള്ളാം. ഞാനങ്ങനെ മുഖ്യമന്ത്രിയെ പറ്റി നിങ്ങൾ പറഞ്ഞ പോലെ പറയില്ല മോശമായിട്ട്. അങ്ങനെ ഒന്നിലും കൊള്ളില്ലാത്ത ആളൊന്നുമല്ല പിണറായി വിജയൻ. അൻവർ പറഞ്ഞതിൻ്റെ പകുതി കാര്യങ്ങൾ അന്വേഷിക്കുന്ന ആരാ? മുഖ്യമന്ത്രി. പകുതി കാര്യങ്ങൾ അന്വേഷിക്കില്ല എന്ന് പറഞ്ഞിരിക്കുക. നിങ്ങൾ മുഖ്യമന്ത്രിയോട് ചോദിക്കും ഇതേ ചോദ്യം, എന്നോടല്ല. ഞാനല്ല അന്വേഷണത്തിന് ഉത്തരവിട്ട്. BJP CPM തമ്മിൽ ഇങ്ങനെ ഒരു ധാരണയുണ്ടെങ്കിൽ ഇന്ത്യ മുന്നണിയിൽ നിന്ന് പുറത്താക്കണമെന്ന് കേരളത്തിലെ കോൺഗ്രസ് ആവശ്യപ്പെട്ടു. കേരളത്തിലെ CPM-ന്റെ നിലപാടിനെ കുറിച്ച് ഞങ്ങൾ ദേശീയതലത്തിൽ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ദേശീയതലത്തിൽ സീതാറാം യെച്ചൂരി അടക്കമുള്ള നേതാക്കന്മാർ ഇന്ത്യ മുന്നണിക്ക് വേണ്ടി സത്യസന്ധമായ നിലപാടെടുത്ത് നിന്നവരാണെന്ന് ഞങ്ങൾ തെരഞ്ഞെടുപ്പ് കാലത്തും പറഞ്ഞിട്ടുണ്ട്. പക്ഷെ കേരളത്തിലെ പിണറായി വിജയൻ്റെ നേതൃത്വത്തിൽ ഈ സെൻട്രൽ ഏജൻസീസിൻ്റെ കേസ് ഒതുക്കി തീർക്കുന്നതിന് വേണ്ടിയിട്ട് BJP-യുമായി അവിഹിതമായ ബാന്ധവുമുണ്ട് എന്ന് പറഞ്ഞു. ഞങ്ങൾ പറഞ്ഞു ശരിയായില്ലേ. 2, കേരളത്തിലെ CPM നേതാവിന് BJP-യുടെ കേന്ദ്രമന്ത്രിയായിട്ട് ബിസിനസ് ബന്ധമുണ്ടെന്ന് പറഞ്ഞു. ഞാനാ പറഞ്ഞത്. രണ്ടുപേരും നിഷേധിച്ചില്ലേ. തെളിവ് കൊടുത്തപ്പോൾ 2 ദിവസം കഴിഞ്ഞപ്പോൾ രണ്ടുപേരും വന്ന് സമ്മതിച്ചില്ലേ. ഞങ്ങൾ തമ്മിൽ ബിസിനസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താ കോൺഗ്രസ് എന്നാണ് ചോദിച്ചത്. അപ്പോൾ ആണല്ലോ, അത്ര വലിയ അടുത്ത ബന്ധമാണല്ലോ. പ്രകാശ് ജാവദേക്കറിനെ ഈ LDF-ന്റെ നേതാവ് പോയി കണ്ടല്ലോ ഇല്ലേ. LDF-ന്റെ കൺവീനർ പ്രകാശ് ജാവദേക്കർ കേരളത്തിലെ BJP-യുടെ സംഘടനാ ചുമതലയുള്ള പ്രഭാരിയാണ്. മുഖ്യമന്ത്രി അതിനെ ന്യായീകരിച്ചു. ഞാനും 5-6 പ്രാവശ്യം കണ്ടെന്ന് വെച്ചു. കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയനെ കേരളത്തിലെ BJP-യുടെ സംഘടനാ ചുമതലയുള്ള പ്രഭാരിയെ 5-6 പ്രാവശ്യം കാണേണ്ട കാര്യം എന്താ കാര്യം? അത് കേന്ദ്രമന്ത്രിയൊന്നുമല്ല, സംഘടനാ ചുമതലയുള്ള പ്രഭാരിയാണ്. എന്തിനാണ് പിണറായി വിജയൻ പ്രകാശ് ജാവദേക്കറെ 5-6 പ്രാവശ്യം കാണുന്നത്? ഇലക്ഷൻ്റെ അന്നാ മുഖ്യമന്ത്രി പറഞ്ഞത് ഞാനും കണ്ടിട്ടുണ്ട് 5-6 പ്രാവശ്യം ഒന്നും. എന്തിന് എന്താ അവർ തമ്മിൽ ചർച്ച? പറയട്ടെ. അല്ലല്ല ADGP ഇത് ഇപ്പോൾ അല്ലല്ലേ ഞങ്ങൾ കറക്റ്റാണ്. ADGP RSS നേതാക്കന്മാരുമായി കണ്ടത്, സംസാരിച്ചത് മുഖ്യമന്ത്രിയുടെ ദൂതനായിട്ടാണ്. BJP 2 വർഷം 2.5 വർഷമായിട്ട് തൃശ്ശൂരിൽ അക്കൗണ്ട് തുടങ്ങാൻ ശ്രമിക്കുകയാണ്. അവരവരുടെ വർക്ക് തുടങ്ങിയവിടെ നേരത്തെ. അപ്പോൾ ഞങ്ങൾ സഹായിക്കാം എന്നാണ് ദൂതൻ വഴി പറഞ്ഞത്. അല്ലാതെ പൂരം കലക്കാനുള്ള ചർച്ചയല്ല RSS ജനറൽ സെക്രട്ടറി ആയിട്ട് നടന്നെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. കണ്ടു, വാക്ക് കൊടുത്തു. അതിൻ്റെ തുടർച്ചയായിട്ട് പലതരത്തിലുള്ള ബന്ധങ്ങളുണ്ടായി. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ തെരഞ്ഞെടുപ്പ് കാലത്താണ് പൂരം കലക്കിയത്. അതിൻ്റെ തുടർച്ചയാണ് പൂരം കലക്കിയത്. RSS-ഉമായിട്ട് കേരളത്തിലെ CPM-ന് എന്താ സംഘർഷം? ഗവൺമെൻറ് അധികാരത്തിലൊന്നും ഉടനെ മസ്കറ്റ് ഹോട്ടലിൽ വെച്ച് ആരും അറിയാതെ കേരളത്തിലെ മുഖ്യമന്ത്രി കേരളത്തിലെ RSS നേതാക്കന്മാരുമായിട്ട് ചർച്ച നടത്തിയില്ലേ? ഞാൻ മുഖ്യമന്ത്രിയുടെ മുഖത്ത് നോക്കി അസംബ്ലിയിൽ ചോദിച്ചല്ലോ, നിങ്ങൾ ചർച്ച നടത്തിയോ ഇല്ലെന്ന്. പറഞ്ഞില്ലല്ലോ, മറുപടി ഇല്ല എന്ന് പറഞ്ഞില്ലല്ലോ. നടത്തിയതിന് തെളിവുണ്ട്. നടത്തി. എന്ത് ചർച്ച നടത്തിയത്? എന്ത് ചർച്ച? അപ്പോൾ കുറേ നാളായിട്ട് നമ്മൾ അറിഞ്ഞും നമ്മൾ അറിയാതെയും ഇവർ തമ്മിൽ ചർച്ച ചിലപ്പോൾ പുറത്തു വരുന്നത്
പിന്നെയാണ് പുറത്തു വരുന്നത്. 23-ൽ RSS ജനറൽ സെക്രട്ടറിയെ കണ്ട കാര്യം RSS ആദ്യം നിഷേധിച്ചല്ലോ. എന്നിട്ടിപ്പോൾ എന്തായി? ഇപ്പം നിഷേധിക്കുന്നില്ലല്ലോ. കണ്ടതല്ലേ, എന്തിനു വേണ്ടി കണ്ടു എന്നല്ലേ ചോദ്യം. പിന്നെ വാർത്ത വന്നു, റാം മാധവനെ കണ്ടു തിരുവനന്തപുരത്ത് നിന്ന് ഈ ADGP. RSS നേതാക്കന്മാരെ കാണാൻ വേണ്ടി അദ്ദേഹത്തെ ചുമതലപ്പെടുത്തിയിരിക്കുകയാണോ? RSS നേതാക്കന്മാരെ കാണേണ്ട കാര്യമൊന്നുമില്ല. ലോ ആൻഡ് ഓർഡറിന്റെ ADGPക്ക് മുഖ്യമന്ത്രിയുടെ ദൂതനായിട്ട് തന്നെയാണ് പോയിരിക്കുന്നത്, ഒരു സംശയവും വേണ്ട. ഒരു അന്വേഷണത്തിന് ശേഷം അന്വേഷണങ്ങളെല്ലാം പ്രഹസനമാണെന്ന് വളരെ വ്യക്തമായില്ലേ? മുഖ്യമന്ത്രി തന്നെ ഇന്നലെ പറഞ്ഞല്ലോ ഇവരാരും ഒരു കുറ്റം ചെയ്തിട്ടില്ലെന്ന്. മുഖ്യമന്ത്രിയുടെ കീഴിലുള്ള DGP അന്വേഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ മുഖ്യമന്ത്രി പറയുകയാണ് ഇവരാരും ഒരു കുറ്റം ചെയ്തിട്ടില്ല. പിന്നെ കീഴിലുള്ള ഉദ്യോഗസ്ഥന്മാർക്ക് ഒരു കുറ്റം ചെയ്യുമെന്ന് പറയാൻ പറ്റുമോ? എന്തിനാണ് ഹെഡ്ക്വാർട്ടേഴ്സിലെ DYSP സന്തോഷിനെ സസ്പെൻഡ് ചെയ്തുകൊണ്ട് പറഞ്ഞത്? എന്താ അതിനെപ്പറ്റി അന്വേഷണം നടക്കുമ്പോൾ അയാളെ മാറ്റി നിർത്തണമെന്ന്. അപ്പോൾ ADGPയെ പറ്റി അന്വേഷണം നടത്തുമ്പോൾ ആളെ മാറ്റി നിർത്തണ്ട അല്ലേ? അത്രേ ഉള്ളൂ. അതിന് PK കുഞ്ഞാലിക്കുട്ടി ലീഗ് നേതാവിന് മറുപടി പറഞ്ഞല്ലോ, ഞാനല്ലല്ലോ മറുപടി പറയണ്ടേ. ഞങ്ങളൊന്നും ഒരു ചർച്ച, അത്തരത്തിലുള്ള ഒരു ചർച്ചയും ഞങ്ങൾ നടത്തിയിട്ടില്ല. ഞങ്ങൾ അതിനെക്കുറിച്ച് ആലോചിച്ചിട്ട് പോലുമില്ല. അല്ല, കോൺഗ്രസ് പാരമ്പര്യത്തോടു കൂടി അവിടെ ഒരു സ്പോർട്സ് മന്ത്രി ഉണ്ടല്ലോ മന്ത്രിസഭയിൽ. ലീഗ് പാരമ്പര്യമുള്ള ജലീൽ അവിടെ മന്ത്രിയായിരുന്നല്ലോ. കോൺഗ്രസ് പാരമ്പര്യമുള്ള റഹ്മാൻ അവിടെ മന്ത്രിയല്ലേ. അപ്പോൾ അവർക്കൊക്കെ ഇതേ സ്വഭാവമാണ് കോൺഗ്രസിന്റെ സ്വഭാവം. എന്നിട്ട് എന്തിനാ കയ്യിൽ വെച്ചുകൊണ്ട് തോള വെച്ചുകൊണ്ട് നടക്കുന്നത്? എന്തിനാ നടക്കുന്നത്? 15-20 പത്രസമ്മേളനം അയാൾ മുഖ്യമന്ത്രിക്കെതിരായിട്ട് നടത്തി. ഒരു ഭരണകക്ഷി MLA. ഇതാണ് ഇരട്ടച്ചങ്കുള്ള മുഖ്യമന്ത്രി എന്ന് പറയുന്നത്. ഈ മുഖ്യമന്ത്രിക്കെതിരായിട്ട് 20 പത്രസമ്മേളനം അവർ CPM പിന്തുണയോടുകൂടി ജയിച്ച MLA നടത്തി. എന്നിട്ട് ഒരു പത്രസമ്മേളനം 20 ദിവസം കഴിഞ്ഞപ്പോൾ ഉണ്ടാവുമല്ലോ. അതുകൊണ്ടല്ല ഒരു നടപടി എടുക്കാത്തത്. അയാൾ കുഴപ്പക്കാരനാണെന്ന് പറയും. അയാൾ ഫോൺ ചോർത്തുന്നവനാണ്, അയാൾ ഫോൺ സംഭാഷണം ടാപ്പ് ചെയ്യുന്നവനാണ്, അയാൾ 5 മിനിറ്റ് എന്നോട് സംസാരിച്ചിട്ട് പുറത്തുപോയി അരമണിക്കൂർ സംസാരിച്ചൊന്ന് നുണ പറഞ്ഞ ആളാണ്, നിരന്തരം പത്രക്കാരെ കാണരുതെന്ന് പറഞ്ഞിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. മനസ്സിലായ? പിന്നെ ഇൻഡയറക്റ്റ് ആയിട്ട് പറഞ്ഞു അവിടുത്തെ സ്വർണ്ണക്കള്ളക്കടത്തുമായിട്ട് ബന്ധമുണ്ടെന്നും പറഞ്ഞു. നിങ്ങൾക്ക് ഇഷ്ടം പോലെ വ്യാഖ്യാനിച്ചോളാൻ പറഞ്ഞു പത്രക്കാരോട്. ഇത്രയും ഒരാൾക്കെതിരെ പറഞ്ഞിട്ട് അയാൾ ഇപ്പോഴും LDF MLA ആയി തുടരുന്നു എന്ന് പറഞ്ഞാൽ അയാൾ ഭയപ്പെടുന്നു എന്നല്ലാതെ നമ്മൾ പിന്നെ എന്താ വിചാരിക്കുന്നത്? സാമാന്യ യുക്തിയുണ്ട് എന്ന് പറഞ്ഞില്ലല്ലോ. ഞാനത് ക്ലാരിഫൈ ചെയ്തല്ലോ. അദ്ദേഹത്തോട് ഇവർ പോയി സംസാരിച്ചത് ഇവിടെ ജയിപ്പിക്കാൻ വേണ്ടി ഞങ്ങൾ സഹായിച്ചോളാം എന്നാണ്. പിന്നീട് അതിൻ്റെ തുടർച്ചയായിട്ട് 1 വർഷം കഴിഞ്ഞിട്ടല്ലേ പൂരം നടക്കുന്നത്. പിന്നെയല്ലേ പൂരം നടക്കുന്നത്? ഈ ഏപ്രിലല്ലേ നടക്കുന്നത്, 2024-ലല്ലേ. അത് സഹായിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ചെയ്ത കാര്യമാണ്. ഞങ്ങളന്ന് നല്ല ക്ലാരിറ്റിയോടുകൂടിയാണ് പറഞ്ഞത് അന്ന്. അത് എല്ലാവരുടെയും ഒന്ന് കൂട്ടിക്കുഴച്ച് നോക്കിയതാണ്. അതിൻ്റെ ഈ സമയത്തിൻ്റെ കാര്യം നോക്കിയതാണ്. ഞാൻ പറഞ്ഞത് നിങ്ങളുടെ റെക്കോർഡിലുണ്ട്, നിങ്ങളുടെ ലാബിലെ റെക്കോർഡിലുണ്ട്, നോക്കിക്കോ. ഞാൻ അത് പറഞ്ഞിട്ടില്ല. എന്തായാലും കരുവന്നൂർ ബാങ്കിൽ തട്ടിപ്പ് നടത്തിയപ്പോൾ എന്ന് പറഞ്ഞ ആരോപണം വന്നപ്പോൾ CPM എടുത്ത നിലപാടായിരിക്കില്ല കോൺഗ്രസ് അവിടെ എടുക്കുന്നത്. പാർട്ടി അന്വേഷിച്ച് KPCC പ്രസിഡന്റ് പറയും, ഞങ്ങൾ പാർട്ടി ആലോചിച്ച് ഒരു തീരുമാനമെടുക്കും. എന്താണെന്ന് പഠിച്ചിട്ട് പാർട്ടി ഒരു തീരുമാനമെടുക്കും.